ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? ഇപ്പോൾ കയ്പ്പ് ഒട്ടും തന്നെ ഇല്ലാതെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പാവയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പച്ച പാവയ്ക്ക 2 ഞാൻ വട്ടത്തിൽ മുറിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ചീനിച്ചട്ടിയുടെ എണ്ണ ചൂടായെന്ന് തന്നെ അതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഒന്ന് വാടി കിട്ടിയാൽ മതി. പാവയ്ക്കെല്ലാം തന്നെ ഈ പരുവത്തിലൊന്ന് ചെറുതായിട്ട് കളർ മാറി ഒന്ന് വാടി കിട്ടണം. അപ്പോൾ വാടി കിട്ടിയ പാവയ്ക്ക നമ്മൾ വഴറ്റി മാറ്റി വയ്ക്കുക. മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചേർത്ത് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞത് സവാള ചേർക്കണം. 2 സവാളയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടി ചേർക്കാം. ഇപ്പോൾ 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കറിയാണ്. സവാളയെല്ലാം ചേർത്ത് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനും അതിൻ്റെ ഒരു കളർ മാറാനും വേണ്ടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കല്ലുപ്പും കൂടി ചേർത്ത് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ 20 ചെറിയ ഉള്ളി മുഴുവനോടെ തൊലി പൊളിച്ച ചെറിയ ഉള്ളി അതും കൂടി ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയാൽ മതി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞതിന് പൊടികൾ ചേർക്കുക. ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഈ പൊടികളെല്ലാം ഞാൻ ചേർക്കാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് 3ഉം കൂടി ചേർക്കാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് നിങ്ങൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടുതൽ ചേർക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് തീ നമ്മൾ സിമ്മിലാക്കി വെക്കണം, പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളും എല്ലാം ചേർന്ന് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഞാൻ വലിയ നെല്ലിക്കയുടെ അളവിൽ വാളംപുളി സാമ്പാറിലൊക്കെ ചേർക്കുന്ന ആ വാളംപുളി വെള്ളത്തിലിട്ട് ഞാൻ പിഴിഞ്ഞെടുത്ത് ആ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ആ പുളിവെള്ളത്തിലാണ് നമ്മൾ ഈ പാവയ്ക്ക വേവിച്ചെടുക്കണത്. ഇപ്പം നേരത്തെ കുറച്ച് കല്ലുപ്പ് ചേർത്തല്ലോ, 1 ടീസ്പൂൺ കൂടി ഞാൻ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്, കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം വെന്ത് കഴിഞ്ഞ് ഉപ്പ് പോരങ്ങി ആ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ പ്ലേറ്റ് അടച്ച് വെച്ച് നമ്മൾ ചട്ടി അടച്ച് വെച്ച് തിള വന്നു കഴിഞ്ഞു. ഇപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അടച്ച് വെച്ച് കഴിയുമ്പോൾ തീ കൂട്ടി തന്നെ വയ്ക്കണം. ചട്ടിയെല്ലാം പാകമായി പുളിവെള്ളമൊക്കെ ഒഴിച്ച് പ്ലേറ്റ് അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് പിന്നെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വയ്ക്കാം. ചെറു തീയിൽ വേണം നമ്മൾ തിളപ്പിച്ച് ആ പാവയ്ക്ക വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഒരു മസാല റെഡിയാക്കാം. ചീനിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 കാശ്മീരി മുളകാണ് കേട്ടോ, 2 കാശ്മീരി ഉണക്കമുളകും കൂടി ചേർത്തു, 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 20 അല്ലി ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, തൊലി പൊളിച്ച് ചെറിയ ഉള്ളി മുഴുവനോടെ അതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാനും. ഇതെല്ലാം വഴറ്റി നമുക്ക് മിക്സി ജാറിൽ അരച്ചെടുക്കാനുള്ളത്. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ കാശ്മീരി ചില്ലി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ ഉണക്കമുളക് ചുമന്ന മുളക് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം വഴറ്റി കഴിഞ്ഞ് ഞാൻ മിക്സി ജാറിൽ ഒരു 6 കശുവണ്ടി പരിപ്പ് ഞാൻ ചേർക്കണ്ടേ. ഇപ്പോൾ അതും കൂടി ചേർത്ത് അരയ്ക്കാനാണ്. നിലക്കടല പീനട്സ് കടല 2 വലിയ ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്തു. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ തക്കാളി, ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളക് അതും കൂടി ചേർക്കുക.
അതും കൂടി ചേർത്ത് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈ പാവയ്ക്ക കറിക്കുള്ള മസാലയാണിത്. തേങ്ങ ചേർക്കാത്തതുകൊണ്ട് തേങ്ങയ്ക്ക് പകരമായിട്ട് ഇങ്ങനെ അരച്ച് ചേർക്കാം. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് നമ്മൾ ഈ കറിയിൽ ചേർക്കാനുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാവയ്ക്ക വെന്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഇടയ്ക്ക് തുറന്ന് നമ്മൾ എല്ലാം ഒരേപോലെ വേവാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം അരച്ച് കഴിഞ്ഞു, മസാലയെല്ലാം അരച്ച് കഴിഞ്ഞു. കാഷ്യൂനട്ടും പീനട്സും തക്കാളിയും എല്ലാം ചേർന്ന് ആ മസാല കറിക്ക് ആവശ്യമുള്ള അരച്ച് കറിയിൽ ചേർത്തിട്ടുണ്ട്. പാവയ്ക്ക ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ ഈ അരച്ച മിശ്രിതം അതിൽ ചേർക്കാം. ചേർത്ത് ആ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർക്കാം. ഈ പാവയ്ക്ക കറി അധികം വെള്ളമാവരുത്, അധികം കട്ടിയാവരുത്, അങ്ങനെ ആയിരിക്കണം. നമ്മൾ തിളപ്പിച്ച് കറിയൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാലും ഈ ഒന്നുകൂടി കുറുകി കിട്ടും. അപ്പം അതുകൊണ്ട് തീരെ വെള്ളമില്ലാതെ നമ്മൾ ഇറക്കരുത്, കുറച്ച് കട്ടിയായിട്ട് ഇറക്കിയാൽ മതി. അപ്പം നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. ഈ പാകത്തിനായിരിക്കണം ചാറൊക്കെ. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച മിശ്രിതമൊക്കെ ചേർത്ത് തിള വന്നു കഴിഞ്ഞ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് തികയാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത് ചാറ് ഈ പാകത്തിനായിരിക്കണം. ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകിയിരിക്കും ഈ പാവയ്ക്ക കറി. അപ്പോൾ ഈ സമയത്ത് പാവയ്ക്ക എല്ലാം വെന്തോന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിരിക്കണം, കുഴഞ്ഞു പോവില്ല. നമ്മൾ പുളിവെള്ളത്തിൽ വേവിക്കണതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും ഇത് വെന്ത് കിട്ടാൻ. പക്ഷേ ഉടഞ്ഞൊന്നും പോവില്ല. പാവയ്ക്ക കുഴഞ്ഞു പോകാതെ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പാവയ്ക്ക വേവണ സമയം മതി ഈ കറി റെഡിയാവാൻ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കയ്പ്പ് ഒട്ടും തന്നെ ഇല്ലാതെ പാവയ്ക്ക കറി റെഡിയായി. ലാസ്റ്റ് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി മേളിൽ വിതറി നമ്മൾ അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചോറിന് വിളമ്പി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അച്ഛനും അമ്മയും ഊണ് കഴിക്കുകയാണ്. അപ്പോൾ അവർ കൂട്ടി കഴിച്ച് നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളിത് ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക കറിയാണ്. ഉപ്പൊക്കെ മതിയാ കറിയിൽ? പാവയ്ക്ക കയ്പൊന്നും ഇല്ല, നല്ല രുചിയുണ്ട്. ഇനി അടുത്ത വീഡിയോയിലെ കാണാം. ബൈ.